ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 2 എപ്പിസോഡായിട്ടാണ്. നമ്മൾ അയൺ ഫുൾ ആർമർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അയൺ ഫുൾ ആർമർ സെറ്റ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫ് ക്യാമറയിൽ മൈൻ ഏരിയ പോയിട്ട് മൈൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ട് നമ്മുടെ കയ്യിൽ ഒരു ഫുഡ് പോലും ഇല്ല, ഒരു ചിക്കൻ കഷ്ണം പോലും നമ്മളെ കയ്യിലില്ല. നമ്മൾ എന്താ പോകുന്നത് കൗ ക്രഷർ ഫാം ആണ്. ഓക്കെ, നമുക്ക് വേറെ എവിടേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ പോകണം. എന്തിനാണെന്ന് വെച്ചാൽ ബീഹൈ ഇട്ടിട്ടുണ്ട്. ബീഹൈ എൻ്റെ അടിയിൽ വെക്കാൻ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് ബീഹൈ ഫാമും കൂടി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്യാമ്പ് ഫയറിനൊരു കോൾ കൂടി ആവശ്യമുണ്ട്. ബാക്കിയെല്ലാം നമ്മളെടുത്തുണ്ട്. ഒരു കോളൻ്റെ ചെസ്റ്റ് ഉണ്ടായല്ലോ. ഇതൊക്കെ നമ്മൾ മൈൻ ചെയ്യാനും കിട്ടിയ സാധനങ്ങളാണ്. ഓക്കെ, റെഡ് സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറേ അയണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ നേരെ നമുക്ക് പോയിട്ട് അവിടെ സെറ്റ് ചെയ്യാം. അവിടെ ബീഹൈ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അതിൻ്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് അതിൻ്റെ അടിയിൽ നമ്മൾ ക്യാമ്പ് ഫയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. നമുക്ക് കട്ടർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് പൂവ് എടുത്തിട്ട് അവിടെ ഞാൻ കൊണ്ടുവച്ച തന്നെ പൂവ് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ. ഓക്കെ, ഇത് നമ്മൾ പറിച്ചിട്ട് അവിടെ കൊണ്ടുവച്ച് വെക്കാം. ഓക്കെ, സെറ്റ്. നമുക്ക് അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു കേജ് പോലത്തെ ഒരു സംഭവം നമുക്ക് ബിൽഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ച് പൂവൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ തേനീച്ചൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരിത് ഞാൻ എടുത്തിട്ടുണ്ട്. ഹണി കോമ്പ് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഹണി കോമ്പ് നമ്മളൊരു ഇതുണ്ടാക്കണം. അതിൻ്റെ പേരുന്നതിന് ഹണി ഈസാണ് തന്നെ. അത് തന്നെ അതുണ്ടാക്കണം. ഇനി നമുക്ക് നേരെ പോയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ആക്കാം. ഓക്കെ, അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വേറെ സാധനങ്ങളാണ്, പക്ഷേ ഒരേ പ്രയോജനമാണ്, രണ്ടും കൂടാണ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലാസ് വെച്ച് മൂടാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. ബട്ട് ചെറിയൊരു കുഴപ്പം പറ്റിയിട്ട് അതിലുള്ള തേനീച്ചെല്ലാം എവിടെയോ പറന്ന് പോയി, കാണുന്നില്ല ഗൈസ്. ഇനി നമുക്ക് എന്തായാലും വേറെ തേനീച്ചനെ കിട്ടിയിട്ട് ഈ കൂട്ടിൻ്റെ ഉള്ളിലിട്ടാം. അതാണ് നല്ലത്. അതിന് എന്തായാലും കൗ ക്രഷർ ഫാം സെറ്റ് ചെയ്യാനുള്ള പണിക്ക് പോവാം. ഇത് തുറന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും കൗ ക്രഷർ ഫാം സെറ്റാക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും അഥവാ തേനീച്ച മനസ്സലിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നാലോ, അതാണ് ഞാൻ തോന്നിയത്. എന്തായാലും ഓക്കെ, നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു കോബിൾ സ്റ്റോൺ ഇവിടെ മിസ്സിങ് ഉണ്ട്, അടുത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കൗവിനെ സെറ്റാക്കിയിട്ട് നമുക്ക് വരാം. ഇവിടെ ഒന്നും കൗവിനൊന്നും കാണുന്നില്ലല്ലോ. റെയിൻസ് പായ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചെങ്കിലും കുറച്ച് കൂടുതൽ വേണ്ടേ? ഓക്കെ, കുറച്ച് കൂടുതലാണ്. ഇവിടെ സെറ്റ് ചെയ്യല്ലേ? ഓക്കെ, കുറച്ച് ഡേർട്ട് നമുക്ക് ഇത് ഫെൻസ് സെറ്റ് ചെയ്യണം. ഫെൻസ് കുറച്ച് ഇവിടുന്ന് മരത്തിന് ഭയങ്കര സമയമുണ്ട്. മരം ഫാം ഉണ്ടാക്കിയിട്ടൊന്നും അധികം പെട്ടെന്നൊന്നും വളരുന്നില്ല, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കുറച്ചുകൂടി അയൺ കിട്ടിയിരുന്നു. ആ അയൺ നമ്മളതിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫെൻസ് സെറ്റ് ചെയ്യണം. ഫെൻസ് 9 ഫെൻസ് ഉണ്ട്. 9 ഫെൻസ് മതിയായിരിക്കാം. നമുക്ക് 9 ഫെൻസ് വെച്ചെടുക്കാം. നമ്മൾ 2 എണ്ണത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തതാണ്, കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനൊന്നും കാണുന്നതിനല്ല, നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം. ഒന്ന് പോയി ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ മണിക്കുട്ടികൾ ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മളെ ഫാം സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ഫെൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ പോയിട്ട് ഫെൻസ് വെച്ച് കൊടുക്കാം. ഓക്കെ, 1 2 ഇനിയും വേണോ? ഓക്കെ, 2 കൂടി വേണം. കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും എന്താ ചെസ്റ്റ് ഓർമ്മ എന്തിനാണെന്നോ എനിക്ക്. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ് കേട്ടോ, പറയാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവും. ഒരു ഡോറും ഉണ്ടാക്കിയിട്ടുണ്ട്, 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, 2 എണ്ണം മതി, എന്നാലും 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ഗേറ്റ് നമുക്ക് ഇവിടെ വെക്കാം. അതാണ് ഒരു
സുഖം. ഓക്കെ, ഗേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ആടിനെ തപ്പി ഇറങ്ങണം. ഒരു ഷിയർ ഉണ്ട്, ഷിയർ വെച്ചിട്ട് ചെറിയൊരു ടെക്നിക്കാണ്. ഞാൻ 3 ബുള്ളറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ബോളും തപ്പിയിട്ട് ഇറങ്ങാണ്. ഓക്കെ ഗൈസ്, നമുക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 എണ്ണം കൊണ്ട് നമുക്കൊരു കാർപ്പറ്റ് സെറ്റ് ചെയ്യാം. ഒരു കാർപ്പറ്റ് നമുക്ക് ഉണ്ടാക്കാം. കാർപ്പറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സിൻ്റെ മുകളിൽ കാർപ്പറ്റ് വെച്ചാൽ ഫുൾ ബ്ലോക്കാവും, ഒരു ബ്ലോക്കാവും. ഇതിപ്പോൾ ഡബിൾ ബ്ലോക്കാണ്. അല്ല, ഡബിൾ ബ്ലോക്കല്ല, 1 ഇഞ്ച് കൂടി കൂടുതലുണ്ട്. ഓക്കെ, ഇത് കാർപ്പറ്റ് വെച്ചാൽ ഒരു ബ്ലോക്കാവും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി കയറി നേരം ഉള്ളോട്ട് കയറാൻ പറ്റും. ബട്ട് ജീവികൾക്കൊന്നും അതിൻ്റെ മുകളിൽ കൂടി കയറാൻ പറ്റില്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. ഓക്കെ, 1 2 ഓക്കെ, അപ്പം നമുക്ക് ഇനി വീറ്റ് ഫാമിൽ പോയിട്ട് നേരെ പോയിട്ട് വീറ്റ് ഫാം ഞാൻ പിന്നെ തൊട്ടിക്കില്ല. വീറ്റ് ഫാമിൽ പോയിട്ട് കുറച്ച് ഇത് പറിച്ചാണ്ട് വരാം. കുറച്ച് വീറ്റ് പറിച്ചിട്ട് കുറച്ച് കൊടുക്കാം. ഇതിൽ കുറച്ചുകൂടെ കുഴിച്ചിടണമല്ലോ. 4 കിട്ടിയിട്ടുണ്ട്. അല്ല, ഓക്കെ, അതാ അവിടെ പോയി എന്താ എനിക്ക് ഉറപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 5 ഉണ്ട് നമ്മളെ കയ്യിൽ. ഇനിയില്ല, നമ്മൾ നേരെ പോയിട്ട് പോലിക്ക് കൊടുക്കാം. എന്നിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, 1 2 ഇങ്ങനെയാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ഫാം സെറ്റ് ആയിട്ടുണ്ട്. അതാ കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഫാം സെറ്റ് ആയിട്ടുണ്ട്.